2 gram സാരി ചിലപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയുന്നുണ്ടാവും. ഇതെല്ലാം ഫുൾ സാരീസ്, അതെല്ലാം വെഡിങ് സാരീസ് തന്നെയാണ്. സാരീസ് തന്നെ മിനിമം നോക്കണ എന്റെ അടുത്ത് മിനിമം ഒരു 500 ഡിസൈൻസ് ഉണ്ടാവും. സാരികളുടെ പറദീസ 500 ഡിസൈൻസ് നമ്മുടെ അടുത്ത് ഉണ്ടാവും. അത് 750 രൂപയുള്ളൂ, 550 രൂപ വരുന്നുള്ളൂ, 550. എന്താ മോശം? 20 കളറുണ്ട്. ഇതെല്ലാം അങ്ങനെ വരുന്നതാ, 550 രൂപ വരുന്നുള്ളൂ. ആലോചിച്ച് നോക്കും. ഇതിന്റെ റേറ്റ് വന്നിട്ട് വരുമ്പോൾ നമുക്കൊരു 3200 റേഞ്ചേ വരുന്നുള്ളൂ. നമ്മള് ഒരു 7000 റേഞ്ചേ വരുന്നുള്ളൂ, 7000 റേഞ്ചേ വരുന്നുള്ളൂ. ഓക്കെ, ഇത് എന്താ വെച്ചാൽ ഇത് എന്റെ ഓൺ മാനുഫാക്ചറിംഗ് ആണ്. പിന്നെ ഇത് ഹാൻഡ്ലൂം ആണ്. ഒരു 3 ദിവസം വേണം ഒരു സാരി വീവ് ചെയ്തെടുക്കണമെങ്കിൽ. ഒരു 3 ദിവസം ഒരു സാരി വേണം. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ എല്ലാം പ്യൂർ സിൽക്ക് മാർക്കുകളാണ്. സിൽക്ക് മാർക്ക് 9000, 10,000, 12,000 മാക്സിമം ആ റേഞ്ച് വരുന്ന സാരീസ് ആണ് ഇപ്പൊ എല്ലാം കാണിക്കുന്നത്. 2 gram സാരി 12,500 റേഞ്ച് ഇത് വരുന്നുള്ളൂ. ഇതില് 25 ഡിസൈൻസ് ഉണ്ട് കേട്ടോ. 20 കല്യാണത്തിനുള്ള അതേ സാരിയുടെ ഒരു മിനിയേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഷോപ്പിൽ ഞാൻ പറഞ്ഞ പോലെ 300 റേഞ്ച് മുതൽ ഉണ്ട്. കുറച്ചൊരു 5500 ആ റേഞ്ച് ഇതിന് വരും. പ്യൂർ സിൽക്ക് മാർബിൾ തന്നെയാണ്. ഇത് ഒരു വാർപ്പിനാകുമ്പോ നമുക്ക് 4200 റേഞ്ചേ വരുള്ളൂ. ഈ ഇട കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാണ് വാർപ്പ് എന്ന് പറയുന്നത്. 1230 രൂപ കേട്ടോ. ഇതും 1330 രൂപ വരും കേട്ടോ. 1330, 2200, 835 രൂപ. 830 സെയിം നമ്മൾ ഇതേ ഒറിജിനൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം 765 രൂപ. ഫുൾ എല്ലാം 1000, 1200 ആ റേഞ്ച് വരുന്ന സാരീസ് തന്നെയാണ് ഫുൾ. അല്ല ഗിഫ്റ്റിന് ഇവിടത്തെ റേറ്റ് ആണ് 550. ഇത് നിങ്ങൾ ഷോപ്പ് എടുക്കുമ്പോൾ 1000 റേഞ്ചിന് മുകളിൽ വരുമല്ലോ. കണ്ടോ, അത്രയും സാരികളുണ്ട്. 650 രൂപ വരുന്നുള്ളൂ. 190 റേഞ്ച് മുതലാണ് മുണ്ടുകൾ സ്റ്റാർട്ടിങ് വരുന്നത്. ഡബിൾ മുണ്ട് വരുന്നത്. വെള്ളയുണ്ട്, അതെ, കോടിയുണ്ട്, എല്ലാം ഡബിൾ മുണ്ട് 190 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഓട്ടോക്കാര്, ബസ്സുകാര് കമ്മീഷൻ നന്നായിട്ട് മേടിക്കുന്നുണ്ട്. അതെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ ബസ്സുകാരുടെ ഓട്ടോക്കാരുടെ കമ്മീഷൻ ഒന്നും ഇല്ലാണ്ടുള്ള ആൾക്കാർ വരുന്നത് തീർച്ചയായും അവർക്ക് ഓഫർ ആയിട്ട് കൊടുക്കും. അത് ഞാൻ തീർച്ചയായിട്ടും 100% ഞാൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനിവിടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണമാണ് 2 ആഴ്ച കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരും ഫാമിലിയും കൂടെ രാവിലെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെയും വിളിച്ചു. കുത്താമ്പുള്ളി എന്ന് കേട്ടിട്ടുണ്ടോ? പാലക്കാട് തൃശ്ശൂർ ബോർഡറിലുള്ള നെയ്ത്തുകാരുടെ ഗ്രാമമാണ് കുത്താമ്പുള്ളി. എൻ്റെ ഫ്രണ്ടാണെങ്കിൽ യൂട്യൂബിൽ കണ്ടിട്ട് കുത്താമ്പുള്ളിയിലുള്ള ടെക്സ്റ്റൈൽസിനെ പറ്റിയിട്ട് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, സെലിബ്രിറ്റീസ് ചെയ്തു നോക്കാം. അപ്പോൾ അത് കണ്ടിട്ട് ആൾക്ക് 2-3 ഷോപ്പിൽ പോകണം എന്നുള്ളൊരു നിർബന്ധത്തിലാണ് വന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ 2-3 ഷോപ്പിൽ പോയിട്ടും കളക്ഷൻസ് ഒന്നും പോരാ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ യൂട്യൂബൊക്കെ നോക്കി 4-5 കടയിലും കൂടെ കയറി. അയ്യോ, രക്ഷയില്ല. നിങ്ങൾക്കറിയാലോ, കല്യാണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ കൂടെ വരുന്ന ഫാമിലിയുടെ ചോയ്സ് ഉണ്ടാവും. അങ്ങനെ കുറേ സെലക്ഷൻ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. എന്നിട്ടൊരു തൃപ്തിയാകാണ്ട് ഞങ്ങൾ അടുത്ത ഷോപ്പ് ഇങ്ങനെ തേടി പോകുമ്പോൾ ഇവിടെയാണെങ്കിൽ ഇരുവശവും ടെക്സ്റ്റൈൽസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് സ്റ്റാഫുകളൊക്കെ നമ്മളെ മാടി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 4-5 ഷോപ്പ്, അങ്ങനെ മൊത്തത്തിലൊരു 3-4 മണിക്കൂർ കറങ്ങി. പക്ഷേ തൃപ്തിയായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഷോപ്പിലെത്തിയത്. 2-2.5 മണിക്കൂർ കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സെലക്ഷൻസ് കിട്ടി. ഇതാ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. കല്യാണത്തിനുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു വ്ളോഗർ എന്നുള്ള ലെവലിൽ ഇനിയിപ്പോൾ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ വരാൻ പോകുന്നത്. എല്ലാവരുടെയും വലിയൊരു കൺഫ്യൂഷനാണ്, ഡ്രസ്സ് എവിടെ എടുക്കും, നല്ല ഡ്രസ്സ്, നല്ല കളക്ഷൻസ് എവിടെ കിട്ടും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ഈ ടെക്സ്റ്റൈൽസിൻ്റെ ഓണർ സുബ്രഹ്മണ്യേട്ടൻ കൂടിയുണ്ട്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമസ്കാരം സുരേഷ്. എന്തോ ഒരു യാദൃശ്ചികമായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടിയതും ഒരു പർച്ചേസും താങ്കളുടെ ഒരു വലിയൊരു പർച്ചേസും. അല്ല, അതപ്പോ ഞാൻ എന്റെ ബുദ്ധിമുട്ടാണ് ഞാനിപ്പോ വീഡിയോയിൽ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവരുടെ കൂടെ വന്നിട്ട് 4-5 മണിക്കൂർ കറങ്ങി. ഏകദേശം സെലിബ്രിറ്റീസ് വന്ന ഷോപ്പിലൊക്കെ കയറിണ്ടാവും, എല്ലാവരുടെയും കയറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പൊ അത് ആ സംതൃപ്തി ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയത്. കാരണം പലരും നമ്മൾക്കൂടെ പല സംശയങ്ങളും ചോദിക്കുന്ന കൂട്ടത്തിൽ പാലക്കാട് നല്ല ടെക്സ്റ്റൈൽസ് ഉണ്ടോ, പാലക്കാട് നല്ല പെൺകുട്ടികളുണ്ടോ, കല്യാണാലോചന കാര്യങ്ങൾ, അങ്ങനെ പലതും നമ്മളോട് ഫ്രണ്ട്ലി ലെവലിൽ ചോദിക്കാറുണ്ട്. അപ്പോ നമ്മളുടെ ഇവിടുത്തെ ഷോപ്പിന്റെ പേര് AS ആണ്. കാരണം എന്താ വെച്ചാൽ വേറെ ഷോപ്പ് കുറെ A4 അപ്പൊ അത് കുറെ കൺഫ്യൂഷൻ. AS ടെക്സ് എന്നാണ് കുത്താമ്പള്ളിയിലെ അച്ഛന്റെ പേരാണ് ആനന്ദൻ, അതാണ് A4. S4 എന്റെ സുബ്രഹ്മണ്യൻ, എന്റെ പേരാണ് സുബ്രഹ്മണ്യൻ, അതാണ് ആനന്ദൻ ആൻഡ് സുബ്രഹ്മണ്യൻ, അതാണ് AS ടെക്സ്. അപ്പൊ AS ടെക്സ് എന്നുള്ളതാണ്. ഞാൻ ഫ്രണ്ട് എന്നുള്ള വ്യൂ കാണിക്കാം, റോഡ് സൈഡ് എന്നുള്ള വ്യൂ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. AS ടെക്സ് എന്നുള്ളതാണ്. ഇനി സുബ്രഹ്മണ്യേട്ടാ, നമുക്ക് ഇവിടെയുള്ള കളക്ഷൻസ്
മാക്സിമം നമ്മളിപ്പോ വീഡിയോ മാക്സിമം ഇപ്പോ നമ്മൾ കളക്ഷൻസ് ഇപ്പൊ മാക്സിമം ഒരു വീഡിയോ 20 മിനിറ്റ് ആൾക്കാർ കാണാറുള്ളൂ. അതെ അതെ. അപ്പൊ നമ്മൾ ആ 20 മിനിറ്റ് കൊണ്ട് എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ മാക്സിമം എന്നെ കൊണ്ട് ആവുന്ന രീതി ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. കുത്താമ്പള്ളിയെ പറ്റി ഒരു 2-3 വാക്ക്. ഇപ്പൊ ഇവിടെ ഞാൻ കേട്ടത് നെയ്ത്തുകാരുടെ സ്ഥലമൊക്കെ ആണല്ലോ. ഞാൻ മുന്നേ ഇവിടെ തിരുവല്ലാമല വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാം. എന്നാലും ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും കുത്താമ്പള്ളി എന്നൊന്നും അറിയില്ല. അപ്പൊ കേരളത്തില് നെയ്യാറ്റിൻകരയുണ്ട് അല്ലെ, ബാലരാമപുരം, പിന്നെ കുത്താമ്പള്ളി ഭയങ്കര ഫേമസ് ആണ്, നല്ല ഫേമസ് തന്നെയാണ്. അതെ അതെ. ഇപ്പൊ അതേപോലെ പട്ടുസാരിയൊക്കെ നല്ല ഇപ്പൊ ഏറ്റവും മുമ്പൊക്കെ നമ്മൾ സെറ്റ് സാരി ആദ്യമൊക്കെ മുൻകാലങ്ങളിൽ. ഇപ്പൊ ഞാനൊക്കെ ബിസിനസ് എന്റെ 15ാമത്തെ വയസ്സിലാണ് നമ്മൾ കച്ചവടത്തിന് SSLC പഠനത്തിന് മുമ്പ് 9ാം ക്ലാസ് അങ്ങനെ ബിസിനസ്സിലേക്ക് വന്നതാണ്, നെയ്ത്തിലേക്ക് വന്നതാണ്. അന്നൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഫുൾ സെറ്റ് സാരി ആയിരുന്നു, പട്ടുസാരി ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ഡബിൾ മുണ്ട്, ഇങ്ങനത്തെ ഐറ്റങ്ങളാണ് അന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാലക്രമേണ മാറി മാറി ട്രെൻഡിനനുസരിച്ച് മാറി മാറി പട്ടുസാരികൾ 300 റേഞ്ച് മുതൽ മാക്സിമം ഒരു 45,000 റേഞ്ച് വരെയും എന്റെ ഷോപ്പിൽ എന്റെ ഓൺ പ്രൊഡക്ഷൻ ആണ് കേട്ടോ. അതും കൂടെ ചോദിക്കാൻ വരികയാണ്. നെയ്ത്ത് ഗ്രാമമാണല്ലോ, നിങ്ങൾ ഇവിടെ തെക്കുന്നതാണ്, തെക്കല്ലേ എന്തായാലും പറയാം, നെയ്ത്ത്. നിങ്ങളിവിടെ നെയ്ത്ത് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. അത് തന്നെ നമ്മളിപ്പോ ഹോൾസെയിൽ ഷോപ്പും കൂടി അല്ല. ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങളൊരു 10 ഷോപ്പില് അന്വേഷണം റേറ്റ് കണക്കെ. ഇത് എന്റെ ഓൺ മാനുഫാക്ചറിംഗ് ആണ്, അതാണ് എന്റെ പ്രത്യേകത. ഷോപ്പും കൂടി അല്ല, എന്റെ സ്വന്തം ഉൽപാദനം കൂടിയുള്ള ഒരു ഷോപ്പാണിത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് തറി കാര്യങ്ങളൊക്കെ ഉണ്ട്? എന്റെ സ്വന്തം ലൂം ഉണ്ട്, ഞാൻ കാണിക്കാം. അപ്പൊ അത് നമ്മൾ അതിൽ കാണിക്കാട്ടോ, ഇവര് എങ്ങനെ നെയ്ത്ത് കാര്യങ്ങളെല്ലാം കാണിക്കാം. നമുക്കിപ്പോ ഇവിടെ ആദ്യം പെട്ടെന്ന് നമുക്ക് മെയിൻ കാര്യം കല്യാണം ഇതൊക്കെ അല്ലേ. അപ്പൊ ഞാൻ ജസ്റ്റ് റാക്ക് ഫുൾ ജസ്റ്റ് കേട്ടോ ഒന്ന് വീഡിയോ ആണെങ്കിൽ ഇതെല്ലാം ഫുൾ സാരീസ്, അതെല്ലാം വെഡിങ് സാരീസ് തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു 20 മിനിറ്റ് കൊണ്ട് മാക്സിമം നമ്മളെ കൊണ്ട് ഒരു ടേബിൾ, ഒരു 4-5 ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഒരു 4-5 ടേബിൾ സെറ്റ് ചെയ്ത് മതി. ഇത് കാണിക്കുന്നതിലൂടെ അവർക്ക് അറിയാം, ഒരു ഏവറേജ് മനസ്സിലാവല്ലോ, ഒരു വ്യൂവേഴ്സ് കാണുന്നവർക്ക് ഏകദേശം നമ്മുടെ കളക്ഷൻസ് ഏവറേജ് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം കാണിക്കുമ്പോൾ കല്യാണ സാരി കാണിക്കുന്ന തന്നെ ഒരു 3 ദിവസം വീഡിയോ ചെയ്യണം. അതെ അതെ. അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യണം, നമ്മൾ കാണിച്ചു. അതെ, ബാക്കി അവർ ഇത് കണ്ടിട്ട് അവർ വരട്ടെ. അതെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾ സുരേഷ് പോലെ എല്ലാവർക്കും മനസ്സിലാവും. അതെ അതെ. കല്യാണ പർച്ചേസ് ഉണ്ടെങ്കിൽ എന്തായാലും കുത്താമ്പള്ളി വരും കേട്ടോ, AS ടെക്സിലേക്ക്. അതെ അതെ. ഇനി നമുക്ക് ഇത് കാണിക്കാം. അതെ. അപ്പോഴേ സുബ്രഹ്മണ്യ ഏട്ടാ, ഇപ്പൊ ഇവിടെയുള്ള ഈ ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ പറയാം. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ എല്ലാം പ്യുവർ സിൽക്ക് മാർക്കുള്ള സാരീസ് ആണ്. ഇപ്പൊ അടുക്കി വെച്ചിരിക്കുന്ന ഈ ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം പ്യുവർ സിൽക്ക് മാർക്കുകളാണ്. സിൽക്ക് മാർക്ക്, അതായത് അതിന് പ്യൂരിറ്റിയുടെ കാര്യമാണ് സിൽക്ക് മാർക്കുകളാണ്. സിൽക്ക് മാർക്ക് സാരീസ് എടുക്കുമ്പോൾ മിനിമം 9,000 അബോവ് വരുള്ളൂ. 9,000 അബോവ് വരുള്ളൂ. നമ്മൾ വെറുതെ 2,000 സിൽക്ക് മാർക്ക് സാരീസ് തരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെയൊന്നുമില്ല, ആ റേഞ്ച് വരും. പ്യുവർ ആയിട്ട് എടുക്കുമ്പോൾ ആ റേഞ്ച് വെഡിങ് സാരീസ് വരും. അതേ മോഡൽ നമുക്ക് വേണമെങ്കിൽ 2,500 റേഞ്ച് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 2,500 റേഞ്ച് മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതെല്ലാം ഞങ്ങൾ ഈ വെച്ചിരിക്കുന്നതെല്ലാം വന്നിട്ട് ഒരു 9,000 റേഞ്ച്, ആ റേഞ്ച് വരുന്ന സാരീസ് ഈ കാണുന്നതെല്ലാം ഏകദേശം ആ റേഞ്ച് വരുന്ന സാരീസ് ആണ്. 9,000, 10,000, 12,000 മാക്സിമം ആ റേഞ്ച് വരുന്ന സാരീസ് ആണ് ഇപ്പൊ എല്ലാം കാണിക്കുന്നത്. നമുക്ക് ഇതൊന്ന് നിവർത്തി കാണിക്കാൻ പറ്റില്ലേ? ഒരെണ്ണം നിവർത്തി. നിങ്ങളുടെ ഫ്രണ്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ സാരി ഇപ്പൊ ഏറ്റവും ട്രെൻഡ് ആയിട്ട് പോകുന്ന ഒരു മോഡലാണ് 2 ഗ്രാം സാരി എന്ന് പറയാം. 2 ഗ്രാം സാരി ചിലപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയുന്നുണ്ടാവും. 2 ഗ്രാം സാരീസ് ആണ് പറയാ. ഇത് എന്റെ ബോഡി, ഇത് എന്റെ ബോഡി ഫുൾ ആയിട്ട് കണ്ടോ, മുന്താണിയൊക്കെ എത്ര റിച്ച് ആയിട്ടുണ്ട് കണ്ടോ, നല്ല സൂപ്പർ റിച്ച്. ഇതുപോലെ തന്നെ സെയിം ഡിസൈൻസ് വേറെ സെയിം മോഡലാണ് എടുത്തത്. ഈ മുന്താണി എവിടെയാ? ഇതാണ് പല്ലു വരുന്നത്. നിങ്ങൾക്ക് പക്ഷെ എന്താ വെച്ചാല് ഇത് നമ്മുടെ റേറ്റ് വരുന്നത് വന്നിട്ട് 12,500 ആ റേറ്റ് നിങ്ങൾ എടുത്തത്. അതെ, 12,300 കൊടുത്തു ഞാൻ. 12,300 റേഞ്ച് നിങ്ങൾ സപ്ലൈ ചെയ്തു, അത്രേ വരുന്നുള്ളൂ. ഇത് ജസ്റ്റ് നിങ്ങൾ ഷോപ്പിലൊന്ന് നിങ്ങളുടെ ഫ്രണ്ട് അന്വേഷിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഷോപ്പിലെ ഒരു 25 അവർ ചെയ്തോട്ടെ. ഇപ്പൊ ഇത് കാണുന്നവർ ചെയ്തോട്ടെ. 1 ഗ്രാം സാരി 2 ഗ്രാം സാരി 12,500 റേഞ്ച് ഇത് വരുന്നുള്ളൂ. ഇതില് 25 ഡിസൈൻസ് ഉണ്ട് കേട്ടോ, 25 ഡിസൈൻസ് ഉണ്ട്, പല കളറില്, പല കളേഴ്സ് ആയിട്ട്. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ 20 മിനിറ്റ് കല്യാണ സാരിക്ക് ഇത് സൂപ്പർ ആയിട്ടുണ്ട്. അതെ, അന്നേ ദിവസം കല്യാണ പെണ്ണ് കൊടുക്കുന്നതാണല്ലോ. അതെ, ഇത് എന്താ വെച്ചാൽ ഇത് എന്റെ ഓൺ മാനുഫാക്ചറിംഗ് ആണ്. പിന്നെ ഇത് ഹാൻഡ്ലൂം ആണ്. ഒരു 3 ദിവസം വേണം ഒരു സാരി വീവ് ചെയ്തെടുക്കണമെങ്കിൽ. ഒരു 3 ദിവസം ഒരു സാരി വേണം. അപ്പൊ ഇതിന്റെ ലേബർ മാത്രം ഒരു 4,000 റേഞ്ച് ലേബർ മാത്രം വരും. 3 ദിവസം വേണം ഇത് നെയ്ത്ത് ചെയ്തുണ്ടാക്കാൻ പറയുന്നത്. അതെ, അപ്പൊ അത് കാരണമാണ് ഈ റേറ്റ് വരുന്നത്. ലേബർ മാത്രം തന്നെ 4,000-5,000 വരും. 4,000 റേഞ്ച്, 4,200 ലേബർ മാത്രം വരും. പിന്നെ സിൽക്ക് ഒറിജിനലാണ്. അപ്പോൾ ഇതാണ് 2 ഗ്രാം സിൽക്ക് മാർക്കിന്റെ
പ്രത്യേകതകൾ. അതെ, ഇപ്പൊ അതേപോലെ തന്നെ ഇതും അതേ മോഡലാണ്. പക്ഷെ ഇത് 2 ഗ്രാമോ സിൽക്ക് മാർക്കുള്ളതോ ഒന്നും അല്ല. ഇതിന്റെ റേറ്റ് വന്നിട്ട് വരുമ്പോ നമുക്കൊരു 3200 റേഞ്ച് വരുള്ളൂ. ഓക്കെ ഓക്കെ. 12,000 ചില്ലാനവും 3000. ഇത് ഇവിടത്തെ മാനുഫാക്ചറിംഗ് റേറ്റ് ആണ്. ഇതേ നിങ്ങൾ ഷോപ്പ് എടുക്കുമ്പോൾ ഇതന്നെ 8,000-9,000 കൊടുത്ത്. പക്ഷേ ഞാൻ അങ്ങനെ സ്ത്രീകളുടെ കൂടുതൽ പർച്ചേസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസം തോന്നുന്നില്ല. 12,000 അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മള് വരുന്ന കസ്റ്റമർ നമുക്ക് അവർക്കറിയാം, ലേഡീസിന് നന്നായിട്ട് അറിയാം. ഇതിന് ഏകദേശം 3,200 ഉള്ളൂ. 3,200 അപ്പൊ ഇങ്ങനത്തെ സാരികൾ നമ്മുടെ ഷോപ്പിൽ ഉണ്ടെന്ന് ഞാൻ പറയാം. പറഞ്ഞ് 12,000 കേട്ടിട്ട് അത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കണ്ട. തുടക്കത്തിൽ പറഞ്ഞ പോലെ 300 രൂപ മുതലുണ്ട്, 35,000 റേഞ്ച് വരെ. 300 മുതൽ 35,000 റേഞ്ച് വരെ ഉണ്ട്. അതും ഒറിജിനൽ സിൽക്ക് മാർക്ക് ഉള്ളത്. അതെ, ഒറിജിനൽ സിൽക്ക് മാർക്ക് ഉള്ളത്. ഇപ്പൊ ഇതൊക്കെ നമുക്ക് ക്രിസ്ത്യൻ ബ്രൈഡ്സിന് ഉപയോഗിക്കുന്ന സാരീസ് ആണ്. ലൈറ്റ് വെച്ച് ഷെയ്ഡ്സ് കണ്ടോ. പിന്നെ ഈ വേറെ ഒന്നും കണ്ടല്ലോ, എന്താ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനൊരു പ്രത്യേകത വെച്ചാല് അംബാനിയുടെ കല്യാണത്തിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്ന ഒരു സാരിയാണ്. ഏറ്റവും സൂപ്പർ ആയിട്ട്. ഇതിൽ നല്ല നല്ല കളർ ഉണ്ട് കേട്ടോ. ആ കളറൊന്നല്ല, ഇത് മിനിമം ഒരു 10 കളേഴ്സ് അവൈലബിൾ ഉണ്ട്. കണ്ടോ, ഇതിനെന്താ പറയാ, ഇതും സിൽക്ക് മാർക്കുള്ള നല്ല സാരീസ് തന്നെയാണ്. കല്യാണ സാരി തന്നെ. ഇത് അവരുടെ കല്യാണത്തിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന സാരിയാണ്. സ്വർണ്ണത്തിൽ പൊതിഞ്ഞ പോലെ കാരണം വെച്ചാല് അത്രയും ട്രെൻഡായിട്ട്. ഇത് നിങ്ങളിപ്പോ ഇങ്ങനത്തെ സാരികൾ കുറെ ഷോപ്പ് വരും, എവിടെയും കണ്ടു ഇങ്ങനത്തെ ഒരു മോഡൽ കണ്ടു. ഇത് കണ്ടില്ല കേട്ടോ, ഇത് നിങ്ങളെ കാണിച്ചില്ലേ? അതിന്റെ റേറ്റ് വരുമ്പോ വേറെ ഷോപ്പിൽ വരുമ്പോ ഒരു 17,000 അതല്ല 12,000 അല്ല പറഞ്ഞത്, മറ്റേ 3,000 റേഞ്ചില്. അത് കണ്ടിരുന്നു. പക്ഷെ ഇവർക്ക് ഇഷ്ടമായില്ല. അത് അവർക്ക് ഇഷ്ടാവും. അത് നമ്മള് മാനുഫാക്ചർ അതല്ല. അതിപ്പോ നമ്മൾ കല്യാണത്തിന് വിശേഷാൽ ദിവസങ്ങളിൽ ധരിക്കണതിന് അതിന് സ്പെഷ്യൽ കൊടുക്കുമല്ലോ. തീർച്ചയായിട്ടും. മറ്റേ നമുക്ക് കാഷ്വൽ ആയിട്ട് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും. ഇതിപ്പോ ഇതെങ്ങനെയാന്ന് ചോദിച്ചാല് ഇത് നമ്മള് ഒരു 7,000 റേഞ്ചേ വരുന്നുള്ളൂ, 7,000 റേഞ്ചേ വരുന്നുള്ളൂ. ഓക്കെ, അവരെടുത്തുള്ളത് അതും ഞാൻ പറയാം. അവരെടുത്തത് പെട്ടെന്ന് 2 ലക്ഷം സാരി ആയിരിക്കും കേട്ടോ. അത് ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതേ മോഡൽ തന്നെയാണ്. അതിലെന്താ വെച്ചാൽ ആ ജെറി വെള്ളി കസവ് എന്ന് പറയും. വില കൂടിയ കസവാണ്. ഇതിന് മെറ്റീരിയൽ പട്ടന്നെയാണ്, അതും പട്ടന്നായിരിക്കും. അവർ ഉപയോഗിക്കുന്ന ആ കസവ് വന്നിട്ട് വെള്ളിക്കസവായിരിക്കും. വെള്ളിക്കസവിനൊക്കെ മാർക്കറ്റിൽ നല്ല റേറ്റ് ഉണ്ട്. അപ്പൊ ഇതേ സാധനം അത് വരുമ്പോൾ ഓൾറെഡി 1 ലക്ഷം 2 ലക്ഷം രൂപ അവർ കൊടുക്കുന്ന സാരിക്ക് വരില്ല, ഞാൻ പറയുന്നില്ല. പക്ഷെ അതേ മോഡല് നമ്മുടെ അടുത്ത് 7,000 റേഞ്ചേ വരുന്നുള്ളൂ. ജസ്റ്റ് ഇത് വേറെ ഷോപ്പിലൊന്ന് അന്വേഷിക്കണമെങ്കിൽ അതിന്റെ റേറ്റുകൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അതാണ് ഞാൻ പ്രത്യേകിച്ച് വീണ്ടും പറയുന്നത്. അംബാനിയുടെ കല്യാണത്തിനുള്ള അതേ സാരിയുടെ ഒരു മിനിയേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ സ്ത്രീകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അന്നത്തെ കല്യാണത്തിന്റെ ഫാഷൻ അന്ന് പിന്നെ തരംഗമായിരുന്നു. ഒരാഴ്ച ഫുള്ള് സോഷ്യൽ മീഡിയയിൽ അംബാനിയുടെ കല്യാണത്തിന്റെ കാര്യങ്ങളായിരുന്നു. അതേ തന്നെ 7,000 ആണ് ഇവർ പറയുന്നത്. പക്ഷേ പ്യൂർ ആണ് കേട്ടോ, പ്യൂർ ആണ്. കസവ് അവര് വെള്ളി കസവ് ഉണ്ടാവും, സിൽക്ക് മാർക്ക് അവര് വെള്ളി കസവായിരിക്കും. ഇത് വെള്ളി കസവ് അല്ലാന്ന് മാത്രമാണ്. സിൽക്ക് മാർക്കുള്ള പ്യൂർ ആയിട്ടുള്ള സാധനം. അത് സെലിബ്രിറ്റീസ് ചിലപ്പോൾ 2 ലക്ഷം 4 ലക്ഷം വില വരുന്നതാണ്. അതേപോലത്തെ എന്നാൽ ഒറിജിനൽ ആയിട്ടുള്ള സംഭവങ്ങൾ വെള്ളി കസവല്ല എന്നുള്ളതാണ് പറയുന്നത്. ബാക്കി എല്ലാം കറക്റ്റ് ആണെന്നുള്ളതാണ്. 7,000 റേറ്റ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ടെക്സ്റ്റൈൽസിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ വിളിച്ചാൽ മതി. പിന്നെ അങ്ങനെ കുറെ എല്ലാം ഓരോരോ വെറൈറ്റീസ് ആട്ടോ. ഇത് വേറൊരു വെറൈറ്റീസ് ആണ്. ഇത് ക്രിസ്ത്യൻ ബ്രൈഡ്സ് ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ്. അതിൽ തന്നെ നോക്കണമെങ്കിൽ കോൺട്രാസ്റ്റ് ടൈപ്പ്. ശരിയാ, ക്രിസ്ത്യൻ ബ്രൈഡ്സ് അതിൽ തന്നെ നോക്കണമെങ്കിൽ ഒരു 30-40 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ആകെ 2 സാരി 3 സാരി ടേബിൾ വെച്ചിട്ടുള്ളൂ. ക്രിസ്ത്യൻ ബ്രൈഡ്സിന് ഉപയോഗിക്കുന്ന സാരീസ് റേറ്റ് വരണ്ടേ? അതെല്ലാം വന്നിട്ട് ഒരു 7,000 8,000 ആ റേഞ്ചിൽ. ഇതിന് നിങ്ങൾക്ക് റേറ്റ് കൂടിയതുണ്ട്. ഇത് വരുമ്പോൾ നിങ്ങൾക്കൊരു 21,000 റേഞ്ച് വരും. വ്യത്യാസം മെറ്റീരിയൽ കണ്ടോ, ആ മെറ്റീരിയലിന് വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ നേരിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് ക്യാമറയിൽ എത്ര കാണുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഗംഭീരായിട്ടുണ്ട്. ഇത് 6,850 ആണ്. എല്ലാവരും ടാഗ് ഉണ്ടാവും കേട്ടോ. 6,850 ആണ്. അതിൽ ഡിസ്കൗണ്ടും വരും. ഡിസ്കൗണ്ട് ചെയ്തുതരാം, തീർച്ചയായിട്ടും ചെയ്തുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം തീർച്ചയായിട്ടും. അങ്ങനെ ഓരോരോ ടൈപ്പ് ആട്ടോ. എല്ലാം ഒരു ഇത് സിൽക്ക് പാസ്റ്റ് ജെറി എന്ന് പറയും. ഏറ്റവും ഇപ്പൊ ട്രെൻഡ് ആയിട്ട് പോകുന്ന ഒരു മോഡലാണ്. കിളിപ്പച്ച അല്ലേ? കിളിപ്പച്ച അല്ല, ഈ ജെറി, കോപ്പർ ജെറി അല്ല. ഇതിൽ തന്നെ കളേഴ്സ് കുറെ ഉണ്ട്, ഒരു 15 കളേഴ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരെണ്ണം നിവർത്തി കാണിക്കുന്നു. സിൽക്ക് പാസ്റ്റ് ജെറി എന്ന് പറയാം. സിൽക്ക് പാസ്റ്റ് ജെറി. അതെ, കോപ്പർ ഒക്കെ മാറി, ട്രെൻഡ് മാറിയിട്ട് ന്യൂ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ, കോപ്പർ ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറിപ്പോ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ ഉണ്ട്, റാക്കിലും കുറെ ഉണ്ട്. അപ്പൊ നമുക്ക് 20 മിനിറ്റേ ഉള്ളൂ. അപ്പൊ മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ വേറെ സൈഡിലൊക്കെ ഇത് നമ്മൾ സാരിയുടെ കാര്യങ്ങൾ മുഴുവൻ കാണിച്ചിട്ടില്ല, വളരെ കുറച്ച് ഭാഗമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. വീഡിയോയുടെ ലെങ്ത് കൂടിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് കാര്യം മനസ്സിലായില്ലേ? ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ AS ടെക്സ്റ്റില് ഉണ്ട്. അടുത്ത കൂടി സെറ്റ് ചെയ്ത ഒരു 4 ടേബിൾ ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ ഓക്കെ.
നമ്മളിപ്പോ ബ്രൈഡൽ സാരി അല്ലേ സാർ കാണിച്ചത്? അതെ അതെ, ഇത് സോഫ്റ്റ്, ഇത് പ്യുവർ സോഫ്റ്റ് സിൽക്ക്, ഒറിജിനൽ അതേ സിൽക്ക് മാർക്കുള്ള ഒറിജിനൽ സോഫ്റ്റ് സിൽക്ക്. കല്യാണ വിശേഷ അവസരങ്ങളിൽ ഉപയോഗിക്കാൻ അത് കുറച്ച് കോസ്റ്റ്ലി ഉള്ള ഐറ്റാണ് കേട്ടോ ഇത്. ഇതെന്താ വെച്ചാൽ നമ്മുടെ ഷോപ്പിൽ ഞാൻ പറഞ്ഞ പോലെ 300 റേഞ്ച് മുതൽ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു വെറൈറ്റി ആയിക്കോട്ടെ പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ കാണിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് സിംഗിൾ വാർപ്പ്, 1.5 വാർപ്പ്, ഡബിൾ വാർപ്പ്, അതിന് 3 തരം നൂലുണ്ട് ഇതിൽ. പ്യുവറിൽ തന്നെ വാർപ്പ് എന്നാ പറയാ, പാവിന് വാർപ്പ് എന്നാ പറയാ. അപ്പൊ ഈ സിംഗിൾ വാർപ്പൊക്കെ ആകുമ്പോൾ എട പ്യുവർ തന്നെ ആയിരിക്കും, എട കുറച്ച് കുറവുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് റേറ്റ് വേരിയേഷൻ വരും. 4000 റേഞ്ച്, 6 റേഞ്ച് ഒക്കെ വരുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ നോക്കണമെങ്കിൽ ഇത് 1.5 വാർപ്പാണ്. ഇത് എട കുറച്ചുകൂടി കൂടും, പാവില് എട എണ്ണം കൂട്ടിയിടും. അതാണ് ജസ്റ്റ്, അതാണ് 1.5 വാർപ്പ് എന്ന് പറയുന്നത്, വേറെ ഒന്നല്ല. അത് കുറെ കസ്റ്റമർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താണെന്ന്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊരു 5500 ആ റേഞ്ച് ഇതിന് വരും. പ്യുവർ സിൽക്ക് മാർബിൾ തന്നെയാണ്. ഷോപ്പില് ജസ്റ്റ് അതാണ്, ഇത് എന്റെ ഓൺ സ്വന്തം ഓൺ മാനുഫാക്ചർ. അതാണ് ഈ റേറ്റിന് അത്രയും തരണേ. ഇപ്പൊ നമ്മൾ മാക്സിമം ഒരു 50 സാരി ഒക്കെ ടേബിൾ വെച്ചിട്ടുണ്ടാവുള്ളൂ. അതെല്ലാം ഇത് ഒരു വാർപ്പാ, സെയിം മോഡൽ കണ്ടോ. ഇത് ഒരു വാർപ്പാണ്. ഇത് ഒരു വാർപ്പിനാകുമ്പോ നമുക്ക് 4200 റേഞ്ച് വരുള്ളൂ. ഇപ്പൊ ഇതേ സെയിം ഡബിൾ വാർപ്പുണ്ട്, അത് അപ്പുറത്ത് ഞാൻ കാണിച്ചുതരാം. ഇതിങ്ങനെ ഈ വാർപ്പ് കൂടുന്നതനുസരിച്ച് അതിന്റെ ക്വാളിറ്റി ബലം കൂടും. എഴ കൂട്ടിയിടും, പാവിൽ വന്നിട്ട് എഴ കൂട്ടിയിടും. അപ്പൊ ഒരു വാർപ്പ് അതുകൊണ്ട് മിക്സ് നൂലൊന്നും ഇടില്ല, പ്യൂർ തന്നെ ആയിരിക്കുള്ളൂ. എട കുറച്ച് കുറവായിട്ട്. ഓക്കെ, അതാണ് എൻ്റെ ബേസിക്കലി. അതിൽ കുറേ ഡിസൈൻസ് ഉണ്ട്. ഇതിലൊരു മിനിമം എൻ്റെ ഷോപ്പിൽ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് തന്നെ കാണാം, റാക്കിൽ കണ്ടാൽ മനസ്സിലാവും. ഇതെല്ലാം എടുക്കണേ. അതെ, ഒരു 500 സാരി എന്നും എവിടെ എപ്പോഴും 500 സാരി മിനിമം ഉണ്ടാവട്ടെ. മിനിമം പറഞ്ഞത് ഞാൻ സീസണാണ്, അപ്പോൾ ഒന്നുകൂടി കൂടുതലേ ഉണ്ടാവുള്ളൂ, കുറവുണ്ടാവില്ല. പലതരത്തിലുണ്ട്. ഒരു മിനിമം ഒരു 50 ഡിസൈൻസ് ഉണ്ടാവും, 50 ഡിസൈൻസ്. ഈ 500 സാരിയിൽ ഒരു ഡിസൈൻസ് അല്ല. ഇപ്പോൾ ഇതൊരു ഡിസൈൻസാണ്, ഇതൊരു ഡിസൈൻസാണ്, ഇതൊരു ഡിസൈൻസാണ്. ഇപ്പോൾ ഒരു സാരി കൂടി നിവർത്തി കാണിച്ചിട്ടുണ്ട്. ഒരു ഡബിൾ വാർപ്പിൻ്റെ ഒന്ന് നിവർത്തി കാണിക്കാം. ഇതൊരു ഡിസൈൻസാണ്. നല്ല ഒരു നമ്മൾ എന്തെങ്കിലും ഒരെണ്ണം നിവർത്തല്ലോ. അതെ, ഇത് കണ്ടോ, നല്ല ഏറ്റവും സൂപ്പറാട്ടോ, സൂപ്പറായിട്ടുള്ള ഒരു സാരി തന്നെ കേട്ടോ. സൂപ്പറാണ്. എങ്ങനെയുണ്ട് നോക്കാം സാരി. ഗ്ലേസിങ് കണ്ടോ, പകിട്ട്, പട്ടിൻ്റെ ആ പകിട്ട് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇതാണ് അതിൻ്റെ ബോഡി വരുന്നത്. ഇതിൽ കുറേ ഡിസൈൻ, ഡബിൾ വാർപ്പിൽ ഒരു ഡിസൈൻസ് അല്ല, ഡബിൾ വാർപ്പിന് മിനിമം ഒരു 30 ഡിസൈൻസ് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരെണ്ണം നിവർത്തുന്നത് മാത്രമേ ഉള്ളൂ. ഇത് എൻ്റെ ബോർഡറും അതിൻ്റെ പല്ലും, അതിൻ്റെ മുന്താണി. ഈ ഇഴ കണ്ടോ, ഈ ഇഴ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാണ് വാർപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പ്യുവർ പട്ടിൻ്റെ ആ ഗ്ലേസിങ് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ അതേ സെയിം സെമി സോഫ്റ്റ് സിൽക്ക് എൻ്റെ ബാക്കിലുള്ളത് 750 രൂപയുള്ളൂ. അപ്പൊ 7000 റേഞ്ച് ഉണ്ട് പറഞ്ഞിട്ട് അത് റേഞ്ച് അല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വ്യത്യാസമുണ്ട്. 750 രൂപയ്ക്ക് ഉണ്ട് ഏകദേശം അതേപോലത്തെ. അതെ, അതേപോലെ ഇതിന്റെ വ്യത്യാസം അതിൽ കാണുന്നുണ്ട്. അതെ, നമ്മളിപ്പോ എല്ലാ ഐറ്റവും ഉണ്ട് ഷോപ്പിൽ. അപ്പൊ നിങ്ങൾ എല്ലാ ഐറ്റവും പർച്ചേസ് ചെയ്തല്ലോ. ഈ ഐറ്റത്തിന് 2 സാരി എടുത്തിട്ടുണ്ടായിരുന്നു, 6000 റേഞ്ച് 2 സാരി ഈ റേറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലും കുറെ ഇതിങ്ങനെ കണ്ടമാനം മോഡൽ ഉണ്ട് കണ്ടോ. ഏത് സമയത്ത് വന്നാലും ഇവിടെ 500-ലധികം സാരീസ് പ്യുവർ മാത്രം, പ്യുവർ സിൽക്കിൽ 500-ലധികം സാരീസ് ഇവിടെ ഉണ്ടാകും. അത് 50-ലധികം ഡിസൈൻസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ ഷോപ്പിന്റെ പ്രത്യേകത വെച്ചാല് സാരീസ് മാത്രം ഫോക്കസ് ചെയ്യുന്ന കടയാണ്. ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ ലോക്കൽ സാരീസ് അല്ല, എക്സ്ക്ലൂസീവ് ആയിട്ട് സാരീസ് മാത്രമാണ് ഏറ്റവും കൂടുതൽ സാരി ചെയ്യുന്ന ഒരു ഷോപ്പാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു ഫ്ലോർ വന്ന് നോക്കിയാൽ അത്രയും വെറൈറ്റി സാരീസ് ഉണ്ടാവും. ഇനിയിപ്പോ അടുത്ത ടേബിൾ സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 5 സാരിക്ക് ഒരു വെറൈറ്റി കാണിച്ചു. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ബ്രൈഡൽ സാരീസ് വില കൂടിയത്, അതായത് നല്ല രീതിയിലുള്ള പ്യൂർ സിൽക്കിന്റെ വില കൂടിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഏകദേശം കുറച്ച് വില കുറഞ്ഞിട്ടുള്ള പ്യൂർ സിൽക്കിന്റെ തന്നെ സംഭവങ്ങളാണ്. നമ്മളിപ്പോ കല്യാണ പെണ്ണാണല്ലോ വില കൂടിയ സാരി കൊടുക്കുക, അല്ലാത്തവർക്ക് അതിനോടനുബന്ധിച്ച ഇളങ്ങി നിൽക്കാൻ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അമ്മമാരെ, പെങ്ങന്മാരെ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അതെ, പിന്നെ നമ്മൾ ഇതിൽ ഗിഫ്റ്റ് കൊടുക്കുക, കാര്യങ്ങൾ അവരെ കണ്ടില്ലേ, ഗിഫ്റ്റിന് കുറെ പലർക്കും കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനി അടുത്ത് നമ്മളിപ്പോ ഒരു 1000 റേഞ്ച് കാണിക്കാം. അപ്പൊ എല്ലാം 4000 റേഞ്ച് വേണ്ട. അപ്പൊ കസ്റ്റമർ, നിങ്ങളുടെ വ്യൂവേഴ്സും കുറച്ച് വില കുറഞ്ഞ കാണിക്കും. പിന്നെന്താ, റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നവര്, ജോലിക്ക് പോണവര്, അവർക്ക് സാരി അതൊക്കെ 600-700 കോട്ടൺ സാരി, ടസർ സാരി ഒക്കെ അപ്പുറത്ത്. അതെ, നമ്മൾ ജസ്റ്റ് വാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. നമ്മൾ ടേബിൾ വെച്ചിട്ട് ഒരു മിനിമം ഒരു 20 വെറൈറ്റികൾക്ക് ഒരു 1000 റേഞ്ചിൽ തന്നെ കാണിച്ചു തരാം. അപ്പൊ അടുത്ത സെഷനിൽ ഒരു 1000 റേഞ്ചിലുള്ള സാരീസ് ആണ് വരാൻ പോകുന്നത്. ഇതാണ് സെമി. ഇത് വന്നിട്ട് ജോർജറ്റ്, സെമി ജോർജറ്റ്,
ആർട്ട് സിൽക്ക്, ചന്തേരി സിൽക്ക്, അങ്ങനെ കുറെ ഞാൻ പറഞ്ഞ കുറച്ച് സാരികൾ മാത്രം. ഇതില്ലേ, ഇത് എത്ര റേറ്റ്? ഇത് നമ്മുടെ അടുത്ത് 1200. ഇത് നിങ്ങൾ കുറച്ച് സാരി എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ ഷോപ്പിൽ നിന്ന്. 1230 രൂപ കേട്ടോ. 1500 കേട്ടോ. ഇതിന് മുന്നേ അത് എടുത്തു പറയാൻ കാരണം അവര് പ്രത്യേകം നോക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞാണ്. 1230 രൂപ. 1230 ഇപ്പൊ ഏറ്റവും ട്രെൻഡാണ്, ജോർജറ്റിലെ ഏറ്റവും ട്രെൻഡാണ്. വേറെ കേടിയ ഷോപ്പില് 1500 ആയിരുന്നു കേട്ടോ. അത് 1550 ആ റേഞ്ചൊക്കെ നമുക്കറിയാം. ഞാൻ പറഞ്ഞത് എന്റെ ഓൺ മാനുഫാക്ചറിങ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഷോപ്പ് അത്രയും കറക്റ്റായിട്ട് നമുക്ക് കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ഷോപ്പാണ്. അത് കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. അല്ല, അത് നിങ്ങളുടെ സംസാരത്തിലും ഇവിടുത്തെ കളക്ഷൻസിലും ഒക്കെ എക്സ്പീരിയൻസ് കാണുന്നുണ്ട്. പിന്നെ സ്റ്റാഫ് ഉണ്ടോ? സൂപ്പറാണ്. അവരും അതേപോലെ തന്നെ 10-14 വർഷമായി ഇവിടെയുള്ളവരാ നമ്മുടെ കൂടെ തന്നെ. ശരി 14 വർഷമൊക്കെ ആയി സ്റ്റാഫ്. അത് കുറെ നേരം ഉണ്ട്. ജോർജറ്റ് 1230 ആർട്സ് ഒക്കെ, ഇതൊക്കെ ഒരു വെറൈറ്റി മോഡലാണ്. 2300, 2000 ആ റേഞ്ച് ഒക്കെ വരുള്ളൂ. ഏറ്റവും ന്യൂ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു മോഡലാണ്. ജസ്റ്റ് ഓരോരോ സാരി മാത്രം ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കാം. സമയം ഇത് ആർട്സ് ഏറ്റവും നല്ല സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പോകുന്നതാണ്. 2550. പക്ഷെ പ്യൂർ നമ്മൾ കാണിച്ചത് 6000 റേഞ്ച്, അതേ റേഞ്ച് പോലെ തന്നെ ഉണ്ടാവും. അതേ നമ്മൾ നോക്കുമ്പോൾ അതേ ലുക്ക് ഉണ്ടാവും. പകുതി പട്ട് പകുതി മിക്സ്, പകുതി വാർപ്പ് പട്ട്, സെമി സെമി. പക്ഷെ ഇത് ഗിഫ്റ്റിന് ഏറ്റവും കല്യാണ പർച്ചേസ് വരുമ്പോൾ ഗിഫ്റ്റ് ഇതിലെടുത്തിട്ടില്ല. നമ്മൾ 2000 റേഞ്ചിന്റെ അതിലെടുത്തിട്ടുണ്ട്. ഇത് അതേ ജോർജിന്റെ ഇതൊരു പുതിയ മോഡലാണ്. ഇതുണ്ടോ, ഇത് ജോർജിന്റെ ഏറ്റവും ന്യൂ ട്രെൻഡ് ആയിട്ട് പോകുന്ന ഒരു മോഡലാണ്. ഇത് കണ്ടിരുന്നു കേട്ടോ. ഇതും 1330 രൂപ വരും കേട്ടോ. 1330. കുറച്ച് വർക്ക് കൂടുതലുണ്ട്. അപ്പൊ ലേബർ കോസ്റ്റ് അതിന്റെ മെറ്റീരിയൽ കോസ്റ്റും കുറച്ച് കൂടും. അത്ര തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. 1330 രൂപ. ഇതൊക്കെ പുതിയ ട്രെൻഡ് ആട്ടോ. മാർക്കറ്റ് ഏറ്റവും പുതിയ ട്രെൻഡാണ്. ഇതും പുതിയ ട്രെൻഡാണ്. കണ്ടോ, നിങ്ങൾക്കും കുറെ സാരി ഒന്നും കാണിച്ചിട്ടുണ്ടാവില്ല മാക്സിമം. അങ്ങനെ ഞാൻ കുറച്ച് സാരി അവരെടുത്തു കഴിഞ്ഞില്ലേ, മാക്സിമം എടുത്തിട്ടുണ്ടാവും. അവര് ഏകദേശം എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യില്. ഇത് ചന്ദേരി സിൽക്ക്, ഇതൊക്കെ ഏറ്റവും ട്രെൻഡ് ആയിട്ട് പോകുന്ന ഒരു മോഡൽ ചന്ദേരി സിൽക്സ്. ഇതൊക്കെ റേറ്റ് കുറവ് വരും കേട്ടോ. ഇതൊക്കെ 1450 രൂപ ആ റേഞ്ചൊക്കെ ഉള്ളൂ. ഇതൊക്കെ കാണുന്ന ഗേൾസിന് അറിയാൻ പറ്റുന്നുണ്ടാവും. ഇതൊക്കെ 1450 നല്ല റേറ്റ് തന്നെയാണ്. അവര് ഇപ്പൊ നിങ്ങളെ ആ കസ്റ്റമർ നമ്മുടെ കടയിൽ വന്ന് എടുക്കുന്ന ആ കസ്റ്റമർക്ക് കറക്റ്റ് ആയിട്ടുള്ള മൂല്യത്തിന് നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അവർക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, നല്ല ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതെല്ലാം. ഇതിലൊക്കെ കളർ ഡിസൈൻസ് ഒക്കെ മിനിമം ഒരു 20 ഡിസൈൻസ് ഉണ്ട്. ഞാൻ ആകെ 3 സാരി ഒക്കെ വെച്ചിട്ടുള്ളൂ. കാരണം എല്ലാം ഇവിടെ നിരത്താനും പറ്റില്ല. പിന്നെ ഇതെല്ലാം വീഡിയോയിൽ കാണിക്കണമെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും. നമുക്ക് കാര്യം അറിഞ്ഞാല് വന്ന് കാണാലോ. അതെ. പിന്നെ ഇത് ബനാറസിൽ വരുന്ന സാരീസ് ആണ്. ഇതും ഒരു 1800 ഒക്കെ 2000 താഴെ വരുന്ന സാരി. 1850 നല്ല സാരി കേട്ടോ. ഏറ്റവും നല്ല ഇപ്പൊ ട്രെൻഡ് ആയിട്ട് പോകുന്ന ഒരു സാരി. ഇതിലൊക്കെ മിനിമം പറഞ്ഞാൽ 25 ഡിസൈൻസ് ഉണ്ടെന്നേ. ഞാൻ കാണിക്കുന്ന ഒരു സാരി കളർ 30 കളർ, 25 ഡിസൈൻസ്. ഡിസൈൻസ് 25, 30 കളർ. ഞാൻ കാണിക്കുന്ന വീഡിയോ ജസ്റ്റ് ഒരു സാരി. അതാണ് ഞാൻ പറഞ്ഞത്, വ്യക്തമായിട്ട് പറഞ്ഞ വീഡിയോയില്. പിന്നെ ഇവര് റേറ്റ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ മോഡൽ ചന്ദേരി സിൽക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും വിളിച്ചു ചോദിക്കേ, പോയി കാണുക, ഒരു വിഷയമില്ല. അതൊന്നും ഒരു വിഷയമല്ല. ഇതിപ്പോ ഇതൊരു മോഡലാ. ഇത് മഡ്ക സിൽക്ക്. മഡ്ക സിൽക്ക്. ഇതൊക്കെ മഡ്ക സിൽക്ക് തന്നെ ഒരു 10 ഡിസൈൻസ് മുകളുണ്ട്. 10 ഡിസൈൻസ് ഉണ്ട്. കളർ 20 കളർ. ഞാൻ ജസ്റ്റ് ഒരെണ്ണം. ഇത് 1630 രൂപ. 1630 രൂപ. 1630 രൂപയുള്ളൂ. ഇതിൽ കുറെ ഡിസൈൻസ് ഉണ്ട്. നല്ല ഫാസ്റ്റ് ആട്ടോ. നല്ല മുന്താണിയും കാര്യങ്ങളൊക്കെ സാരീസ് തന്നെയാണ്. ഇപ്പൊ കല്യാണ പാർട്ടിക്കാണെങ്കിൽ ഗിഫ്റ്റിന് ഏറ്റവും നല്ല ആ റേഞ്ചിലേക്ക് നല്ല ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതെല്ലാം ഡിഫറെന്റ് മെറ്റീരിയൽ ആട്ടോ. ഇതെല്ലാം ഡിഫറെന്റ് മെറ്റീരിയൽ. എല്ലാം മഞ്ഞ നിവർത്തണ്ട. ഇനിയിപ്പോ അതിനിപ്പോ ആൾക്കാര് അതെന്ന് വെച്ചാൽ ഇപ്പൊ മസ്റ്റേർഡ് എല്ലാം ഗ്രീൻ ഇപ്പൊ ട്രെൻഡ്. അല്ല, ട്രെൻഡിങ് കളറാണ്. അപ്പൊ അത് കാരണമാണ് കൈ അതിലേക്ക്. ഡിസൈൻസ് മെറ്റീരിയൽ എല്ലാം മാറ്റാണ്. ഇത് 1480, 1480. അപ്പൊ മെറ്റീരിയലും ചെറിയ മാറ്റമുണ്ട്. ഇതൊരു വേറൊരു മെറ്റീരിയലാണ്. കണ്ടോ, ഇതെല്ലാം സൂപ്പർ ആയിട്ടാവും സാരി. ഇതിങ്ങനെ വരുന്നത് കണ്ടോ. ഇതെല്ലാം നല്ല സാരി കേട്ടോ. ഞാനിതെല്ലാം ഓരോരോ സാരി മാത്രമായിട്ടോ നിവർത്തുന്നത്. നിങ്ങൾക്ക് സാധനം നമ്മൾ ഐറ്റം ഉണ്ടെന്ന് ജസ്റ്റ് കസ്റ്റമർക്ക് മനസ്സിലാവും, വ്യൂവേഴ്സ് മനസ്സിലാവാത്ത. ഇപ്പൊ ഈ കാണിച്ചതിലേ എല്ലാം 20 ഡിസൈൻസ് ഉണ്ടാവും, 30-ലധികം കളേഴ്സും ഉണ്ടാവും. നമ്മൾ ഓരോന്നേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. 1400, 1300 എന്നൊക്കെ പറഞ്ഞത് ഓരോന്നേ കാണിച്ചിട്ടുള്ളൂ. അതിന് ഡിഫറെന്റ് കളേഴ്സ്, ഡിസൈൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇതൊരു മോഡലാണ് കണ്ടോ. ഇത് ജോർഡന്റെ ഫുൾ ബ്രൊക്കേഡില് ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്ന ഇപ്പൊ ഒരു മോഡലാണ്. ഇതൊക്കെ റേറ്റ് വളരെ റീസണബിൾ റേറ്റ് വരുന്നുള്ളൂ. ഒക്കെ 2000 താഴെ വരുന്ന സാരികളാണ്. 1850 രൂപ വരുന്നു. ഇതല്ലേ എങ്ങനെയുണ്ട് നോക്ക് സാരി. നല്ല കല്യാണ വെഡിങ് സാരി പോലെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഏറ്റവും കോപ്പർ ജെറി ഒന്നല്ല, ഏറ്റവും കോപ്പറല്ല, ഏറ്റവും ട്രെൻഡ് ആയിട്ട് പോകുന്ന ഒരു കസവാണ്. അപ്പൊ ഇതൊരു മോഡലല്ലേ. അടുത്ത കാണിക്കണമെങ്കിൽ ഇതൊന്നും മടക്കിക്കോളൂ. ടിഷ്യൂ ക്രഷ്.
ഇത് ക്രഷ് ഇത് കണ്ടോ, ഈ മെറ്റീരിയൽ കണ്ടോ, അയ്യോ ക്രഷ് എന്നാ പറയാ. അത് ടിഷ്യൂല് ഇങ്ങനെ ഒരു ചുളിഞ്ഞ പോലെ കണ്ടോ, ഒരു ഡിഫറെന്റ്. അതായത് നമ്മൾ അതേ പറഞ്ഞ മാർക്കറ്റ് ഒരു ഡിഫറെന്റ് ഫീൽ ഉണ്ടാവും. ടിഷ്യൂല് ക്രഷ് സാരി എന്ന് പറയാം, ക്രഷ്. അതായത് ഇത് ചുളിവ് പോലെ കണ്ടോ, ഇത് അങ്ങനെ ചെയ്തിരിക്കണം. ആ മെറ്റീരിയൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ല സൂപ്പർ ആയിട്ടുള്ള സാരി കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ടോ സുരേഷ് ചേട്ടാ, പിടിച്ചോ. സാരിയുടെ വലിയ അല്ല വെയിറ്റ് നോക്കും, അങ്ങനെയല്ലേ നോക്കുക. വെയിറ്റ് ഉണ്ടോ? ഇല്ല വെയിറ്റ് ഇല്ല, മാത്രമല്ല ഒരു വെയിറ്റ് ഇല്ല, ഒരു സുഖം അല്ലെ. ഒരു ഏറ്റവും പുതിയ ട്രെൻഡാണ് ഇത്. 1500 റേഞ്ച്, ആ റേഞ്ച് ഒക്കെ വരുന്നുള്ളൂ. മാർക്കറ്റിൽ ഇതൊക്കെ റേറ്റ് ഒന്ന് നിങ്ങൾ 1500 റേഞ്ച് വരുന്നുള്ളൂ. 1525 രൂപയാണ് കറക്റ്റ് റേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു മോഡലായി. ഇപ്പൊ ഇത് അത് ടിഷ്യൂ മോഡൽ, വേറൊരു മെറ്റീരിയലാ. 2200 എല്ലാ റേഞ്ചിനും ഉണ്ടോ. ഇനിയിപ്പോ ഞാൻ ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഓടിച്ചു വേണം കാണിച്ചു തരാം കേട്ടോ. അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അല്ല അത് വേണ്ടത് എന്താ വെച്ചാല് കൂടുതലും ഇതിപ്പോ നമ്മള് വിശേഷ അവസരങ്ങൾക്കുള്ള സംഭവങ്ങളാണ്. മാത്രമല്ല ഇപ്പൊ ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വർക്ക് ചെയ്യാൻ പോകുന്നവര് അതുണ്ട്. കോട്ടൺ സാരി ടസറൊക്കെ അപ്പുറത്തുണ്ട്, അതെല്ലാം കാണിച്ചു തരാം ഞാൻ. ഓക്കെ, അപ്പൊ ഇതൊരു മോഡൽ കണ്ടു. ഇതെല്ലാം ഡിഫറെന്റ് ആട്ടോ. ഇതൊക്കെ സാരി നോക്കുന്നുണ്ട്, എല്ലാം ഡിഫറെന്റ് മോഡലാട്ടോ. കണ്ടോ, ഇതെല്ലാം വെഡിങ് പാർട്ടി ഗിഫ്റ്റ് പർപ്പസ്. അതാണ് ഇപ്പൊ സീസൺ, വെഡിങ് സീസൺ ആണ്. അതിനനുസരിച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്യണത്. ഒരു സീസൺ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു 3 മാസം വെഡിങ് സീസൺ ആണ്. ഇപ്പൊ അത് ക്രഷ്ടിനെ കണ്ടോ, ഏറ്റവും അത് പ്ലെയിൻ ആയിരുന്നു. ഇത് കണ്ടോ, ഇത് ഡിസൈൻസ് ഇങ്ങനെ ബ്രൊക്കേറ്റ് ടൈപ്പില് ടിഷ്യൂ ക്രഷ്. സൂപ്പർ ഉണ്ടാവട്ടെ സാരി നോക്ക്. അങ്ങനെ എല്ലാതരം സാരീസ് ഉണ്ടെന്നേ, എല്ലാം ഉള്ള ഒരു ഷോപ്പ് തന്നെയാണ്. ഇതൊരു വേറൊരു മെറ്റീരിയൽ. ഇതും 1300 1400 റേഞ്ചിന്റെ കണ്ടോ സാരി നോക്കി. എന്റെ ബോർഡർ ഒക്കെ 3 ഇഞ്ച് ബോർഡർ വരുന്നുള്ളൂ. 1400 വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വേണമെങ്കിൽ ഇനി ടേബിൾ സെറ്റ് ചെയ്ത സമയം കുറെ പോകും. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഇതൊക്കെ ഒരു ഗിഫ്റ്റ് പർപ്പസിൽ പോകുന്ന സാരികളാണ് ഫുൾ ആയിട്ട്. അപ്പൊ ഇതൊക്കെ ആകുമ്പോൾ ഒരു 800 റേഞ്ചേ വരുന്നുള്ളൂ. നമ്മളിപ്പോ 2000 റേഞ്ച്, 1500 റേഞ്ച്, അപ്പൊ ഒരു 700-800 റേഞ്ച്, ആ റേഞ്ചാണ് അത്രേ വരുന്നുള്ളൂ. 800 റേഞ്ച് വരുന്നുള്ളൂ. നല്ല നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ടാവും സാരി. നല്ല പർപ്പസ് ഉള്ള സാരിയാണ്. 800 റേഞ്ച് 800 രൂപയാണ്. 720. ഓക്കെ, ആ റേറ്റിലൊക്കെ ഉണ്ടെന്ന് പറയണേ ഞാൻ. ഓക്കെ, ഇതെല്ലാം റേറ്റ് തന്നെയാണ്. ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. കളേഴ്സ് 630. 600 രൂപ അല്ല 630 കറക്റ്റ് തന്നെയാണ്. 630. എന്താ ചെറിയ ബോർഡറും ത്രെഡ് വർക്ക് ഉള്ളത് 835. കോട്ടൺ ആണ് വരിക. അല്ല, ഇതെല്ലാം ഇത് കോട്ടൺ അപ്പുറത്തെ സെക്ഷനാ. ഇത് ജസ്റ്റ് ഇത് ഗിഫ്റ്റ് പർപ്പസിന് ഗിഫ്റ്റാ. ഇപ്പൊ എല്ലാ കസ്റ്റമറും 2000, 5000, 6000 എടുക്കില്ല. ആ റേഞ്ച് ചോദിച്ചു വരുന്ന കസ്റ്റമർ ഉണ്ട്. അപ്പൊ അവർക്കൊന്നും വീഡിയോസ് അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് അപ്പൊ ഇതെല്ലാം ആ റേഞ്ചാ. ഇതൊക്കെ വന്നിട്ട് 730. നല്ല മുന്താണി, എല്ലാം റിച്ച് പല്ല് ഉണ്ടാവട്ടെ. എല്ലാം റിച്ച് പല്ലോടും കൂടി വരുന്ന തന്നെയാണ്. സൂപ്പർ ആയിട്ട് 730 രൂപ വരുള്ളൂ. ഞാൻ പറഞ്ഞ 300 റേഞ്ച് മുതൽ 40,000 റേഞ്ച് വരെയും സാരീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് മുന്താണിയാണ്. ഇത് ബോഡി ഫുൾ ആയിട്ട് കണ്ടോ. ഓക്കെ, ഇതെല്ലാം സാരീസ് കേട്ടോ. അതാ ഇത് നമ്മൾ ആദ്യം കാണിച്ചേ 10,000 റേഞ്ച് കല്യാണ സാരി, അതേപോലെ പക്ക ഡ്യൂപ്ലിക്കേറ്റ് 835 രൂപ. 830 സെയിം നമ്മൾ ഇതേ ഒറിജിനൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ ആകുമ്പോൾ നമുക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു 9,000 റേഞ്ച് പ്യൂർ എടുക്കുമ്പോൾ, സിൽക്ക് മാർബിൾ എടുക്കുമ്പോൾ അതേ സെയിം മോഡല് 835 രൂപ. സാരി നോക്കാനുണ്ടോ, സൂപ്പർ ഉണ്ടാവും സാരി. അതിൽ കളർ ഡിസൈൻസ് എല്ലാം തന്നെ കോൺട്രാസ്റ്റ് ടൈപ്പ് ഉണ്ട്, മിക്സ് എല്ലാം ഒരേ റേറ്റ് തന്നെയാണ്. റേറ്റ് ഏവറേജ് ഒന്നാണ്. ഇതെല്ലാം ഗിഫ്റ്റ് പർപ്പസ്. ഇതെല്ലാം 765 രൂപ ഫുള്ള്. 765 രൂപ വരുന്നു. 765 930. ഇതെല്ലാം 1000 റേഞ്ചിൽ താഴെ വരുന്ന സാരീസ് ആട്ടോ. ഈ വെച്ചുള്ളതല്ല, എല്ലാം 1000 റേഞ്ചിൽ തന്നെ. 600, 700 റേഞ്ച് വരുന്ന സാരീസ്, ത്രെഡ് വർക്ക് വരുന്നത് അങ്ങനെ എല്ലാം കേട്ടോ. ഇത് വന്നിട്ട് ഇതിപ്പോ ഏറ്റവും ഇതിന്റെ മോഡലാണ്. സിൽവർ ചർക്കോൾ ജെറി, ഏറ്റവും ട്രെൻഡ് ആയിട്ട് പോകുന്ന ജെറി. സിൽവർ ചർക്കോൾ. ഓക്കെ, സിൽവർ ചർക്കോൾ ജെറി. ഇത് വന്നിട്ട് 960 രൂപ വരുന്നുള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് എന്റെ സ്വന്തം ഒരു ചാനൽ ഉണ്ട്, യൂട്യൂബ് ചാനലേ. അപ്പൊ അതിലിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ആയിട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു സാരിയാണ്. ആൾക്കും യൂട്യൂബ് ചാനൽ ചെറുതായിട്ടോ, വലുതായിട്ടൊന്നുമില്ല. അത് വ്യൂവേഴ്സ് ഒന്നും വരുന്നില്ല. ചെറിയൊരു വ്യൂവർ ചെറുതായിട്ടൊരു വ്യൂവർ വരുന്നില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ നല്ല സാരിലാട്ടോ. അതായത് നമ്മൾ അതിനുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ആ പറയണ വീടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഹാർഡ് വർക്ക്, അത്രയും ഡിസൈൻസ് നമ്മൾ എടുത്ത് കാണിക്കും. അല്ലാതെ 1-2 ഡിസൈൻസ് ഒന്നുമല്ല, എല്ലാം ഡിഫറെന്റ് ഡിസൈൻസ് കണ്ടോ. സാരീസ് തന്നെ മിനിമം നോക്കണേ, എന്റെ അടുത്ത് മിനിമം ഒരു 500 ഡിസൈൻസ് ഉണ്ടാവും. സാരികളുടെ പറുദീസ. 500 ഡിസൈൻസ് നമ്മുടെ അടുത്ത് ഉണ്ടാവും. അതായത് നമ്മള്
ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സെലിബ്രിറ്റീസ് പോണ കിടക്കൊന്നും നിങ്ങൾ പോയില്ലേ? കാരണം എന്താ വെച്ചാൽ അവർക്ക് 40,000 50,000 അവര് ചോദിക്കുന്നത്. അത് ചോദിക്കുമ്പോ ഓൾറെഡി ഇതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് കൂടും. അതെ അതെ അതെ, മെറ്റീരിയൽ കോസ്റ്റ് അല്ല, ഇതിന്റെ ചാർജ് ഓൾറെഡി 900 പറയുമ്പോൾ നമുക്ക് 1300 കൊടുക്കണം. അതെ അതെ, നമ്മളങ്ങനെ ഇല്ല. ഞാൻ പറയാം, ആകെ എനിക്കൊരു ചെറിയ കുഞ്ഞു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അതും ഇപ്പൊ നിങ്ങൾ വന്നപ്പോ നിങ്ങൾ ഇത് എടുക്കാന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, അത്രയും. പിന്നെ ആളിത് സ്വന്തമായിട്ട് തറയും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ പ്രശ്നമില്ല. ഒരുപാട് ലാഭം കൊതിക്കുന്നവരാണ് ഈ റേറ്റ് കൂടുന്നത്. അവിടെ പ്രശ്നം വരുന്നില്ല, മാന്യമായ പൈസ കിട്ടിയ. അല്ല, 28 വർഷമായി ഞാൻ മാത്രം, എന്റെ അച്ഛന്റെ അതൊക്കെ വേറെ, ഞാൻ മാത്രം 28 വർഷമായി ഈ ഫീൽഡിൽ വന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം 900 റേഞ്ച്, ആ റേഞ്ചൊക്കെ തന്നെ വരും കേട്ടോ. മാക്സിമം അത്ര തന്നെ വരും. എല്ലാം സാരീസ് തന്നെ, ഇതെല്ലാം ഫുൾ എല്ലാം 1000 1200 ആ റേഞ്ച് വരുന്ന സാരീസ് തന്നെയാണ് ഫുൾ ആയിട്ട്. അല്ല, ഗിഫ്റ്റിന് ഏറ്റവും കൂടുതൽ നമുക്ക് 1000 റേഞ്ച് സാരീസ് കണ്ടമാനം പോകുന്നുണ്ട്. കസ്റ്റമേഴ്സ് അധികം വരുന്നത് 1500 2000 റേഞ്ച് സാരീസ് ഗിഫ്റ്റും പോകുന്നു. ഗിഫ്റ്റ് പറഞ്ഞാൽ ഒരു കല്യാണപ്പാട്ട് വന്നാല് ബന്ധുക്കൾക്ക്, ചേച്ചിമാർക്ക് 20 സാരി മിനിമം പോകും. മിനിമം ഒരു പാട്ട് വന്നാൽ എന്തായാലും 20 സാരി എടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ട്. അത് ഇവിടെ വെച്ച് ഇതൊക്കെ വന്നിട്ട് 650 രൂപയുള്ളേ. ഇനിയിപ്പോ 800 കാണിച്ചു 650 രൂപയുള്ളൂ. ആ പുതിയ മോള് വന്നു, ആ സാരി ഒന്ന് കാണിക്കാം. ഏറ്റവും പുതിപ്പിന്ന് വന്ന സാരി ഒരെണ്ണം അതും കാണിച്ചില്ല. 535 നല്ല സാരി. അപ്പൊ ഇതൊക്കെയോ പ്യുവർ, അത് പ്യുവർ സെക്ഷൻ ആണ്. ഇത് കണ്ടോ, ഇന്ന് നെയ്ത് വന്ന സാരികളാ പുതിയത്. 550 രൂപ വരുന്നുള്ളൂ. 550. എന്താ മോശം? 20 കളറുണ്ട്. ഒരു 550 രൂപ. 550. ഒരു 2 കളർ കൂടെ എടുക്കുമോ? ഇത് അവര് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അവര് എടുത്തിട്ടുണ്ട്. അവരൊരു 6-7 സാരി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 4 കളർ കൂടെ എടുക്കും സമയം. കണ്ടോ, ഇതെല്ലാം അങ്ങനെ വരുന്നതാ. 550 രൂപ വരുന്നുള്ളൂ. ആലോചിച്ച് നോക്കും. ഇതേ ഇവിടത്തെ ഷോപ്പിൽ വിൽക്കുന്ന 700 750 രൂപയാണ്. നമ്മൾ ഇപ്പോ വില കുറഞ്ഞു പറഞ്ഞിട്ട് 550 രൂപയ്ക്ക് കൊടുത്താലും വർത്താണ് പറയാം. അല്ലല്ല, ഇവിടത്തെ റേറ്റ് ആണ് 550. ഇത് നിങ്ങൾ ഷോപ്പ് എടുക്കുമ്പോ 1000 റേഞ്ചിന് മുകളിൽ വരുമല്ലോ. നിങ്ങള് ഇവിടത്തെ തമിഴിലെ വേറെ ഷോപ്പ് അന്വേഷിച്ചാൽ ഇതിന്റെ റേറ്റ് 850 അന്വേഷിച്ച് നോക്കും. ഞാൻ പറഞ്ഞ എപ്പോഴും അതാണ്, ജസ്റ്റ് നിങ്ങൾ എൻക്വയറി ചെയ്തിട്ട് നമ്മൾ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യും. അതാണ് ഞാൻ ഏറ്റവും പറഞ്ഞത്. ഓക്കെ, അതേപോലെ ടസർ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ടസർ ഉണ്ട്. ഓക്കെ, നമ്മുടെ വില കുറഞ്ഞത് കോട്ടൺ. നിങ്ങൾ പറഞ്ഞ ഡെയിലി വെയർ ഇതിലൊക്കെ മിനിമം 50 കളർ ഉണ്ടാവും കേട്ടോ. ഇത് 530 രൂപ വരുന്നുള്ളൂ. 530 രൂപ വരുന്നു. കോട്ടൺ അല്ലേ ഇത്? കോട്ടൺ പ്യുവർ കോട്ടൺ ഉണ്ട്. നല്ല പ്യുവർ കോട്ടൺ, നല്ല ടസർ സാരി. ടസർ ഇപ്പൊ ഏറ്റവും ട്രെൻഡായിട്ട് പോകാം. സുരേഷിന് അറിയണ്ടാവില്ല, പക്ഷെ ഇപ്പൊ ഏറ്റവും ട്രെൻഡാണ്. വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. ഇതെല്ലാം 900 950 രൂപയ്ക്കാണ് എല്ലാവരും വിൽക്കുന്നത്. നമ്മുടെ ഷോപ്പിൽ 650 രൂപ വരുന്നു. 650 ടസർ 650 രൂപ വരുന്നുള്ളൂ. ഇതിൽ കുറെ ഡിസൈൻസ് ഉണ്ട് കണ്ടോ. ഡിസൈൻസ് മാക്സിമം നോക്കണമെങ്കിൽ ഇതാ അത്രയും ഡിസൈൻസ് നമ്മുടെ ഷോപ്പിൽ ഇഷ്ടംമാരുണ്ട് സാരി. അതാണ് 1 2 സാരികളല്ല. ഇത് കണ്ടോ, നിങ്ങൾ തന്നെ വീഡിയോ എടുത്തോളൂ ചേച്ചി. റാക്ക് ഫുള്ളാണ് താഴെ വെച്ചിരിക്കണേ. ഇത് കണ്ടോ, അത്രയും സാരികളുണ്ട്. 650 രൂപ വരുന്നുള്ളൂ. റാക്ക് വെക്കാൻ സാരി. അതുപോലെ ബ്ലൂ ഇൻഡിഗോ സാരീസ്, ഇങ്ങനത്തെ പല മോഡല് എല്ലാതരം ഉണ്ട്. സാരിയുടെ അനവധി കളക്ഷൻസ്, അനവധി ഡിസൈൻ. 500 മോഡൽ ഉണ്ടാവും. 500 മോഡൽ മാത്രം 500 മോഡൽ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് അത് വിസിറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഇനി സാരി അല്ലാതെ നോക്കാം. നമ്മളിപ്പോ ഗ്രൗണ്ട് ഫ്ലോറിലാണ് എത്തിയിട്ടുള്ളത്. ഞാൻ ആദ്യം കാണിച്ചത് ഫസ്റ്റ് ഫ്ലോറിലാണ്. വിശാലമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറില്. ഇവിടെ ഫുള്ള് സെറ്റ് സാരി, സെറ്റ് മുണ്ടുകള്, ഡബിൾ മുണ്ട്, ഷർട്ടിങ്, ബെഡ്ഷീറ്റ്, കാവി, തോർത്ത് മുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ സാരികൾ മാത്രമല്ല, മറ്റുള്ള കാര്യങ്ങളും ഫാമിലിക്ക് കല്യാണ പർച്ചേസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഫാമിലിക്ക് വാങ്ങാനുള്ള മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് പറയാം. കണ്ടോ, അപ്പോഴേ വന്ന് അവിടുന്ന് നിങ്ങളുടെ മുമ്പിൽ നെയ്ത്തുകാർ കൊണ്ടുവന്ന, നിങ്ങളുടെ മുമ്പിൽ നെയ്ത്തുകാർ ഫ്രഷ് ആയിട്ട് നെയ്ത് കൊണ്ടുവന്ന ഫ്രഷ് വില അടക്കം ഇടാൻ പോണേ ഉള്ളൂ. അത്രയും നമ്മൾ റെഡി ആയിട്ട്. അതായത് ഇവരുടെ നെയ്ത്ത് ഒന്ന് കാണിക്കട്ടെ. കാണിച്ചോ, നിങ്ങൾ അത് കാണിച്ചോ. ഞാൻ നെയ്ത്ത് എടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം. അത്രയും ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലല്ലേ ഇപ്പൊ നെയ്ത്തുകാർ കൊണ്ടുവന്ന്, അവിടുന്ന് പാർസൽ ചെയ്ത് നെയ്ത്തുകാർ കൊണ്ടുവന്ന് അങ്ങനെ വെച്ച് നിങ്ങളുടെ മുമ്പിൽ വിലയിടാൻ വേണ്ടി. അത്രയും കറക്റ്റ് ആണ്. ഇതെല്ലാം പുതിയതായിട്ട് നമ്മൾ ഇതൊന്നും വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ല. ഇതൊന്ന് അവിടെ പോയിട്ട് ഒന്ന് നെയ്ത്തൊന്ന് കാണിച്ചിട്ട് വരാം. ഓക്കെ എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ വന്നിട്ട് ഡബിൾ മുണ്ടാണ് സുരേഷ് ഏട്ടാ. ഇത് ഡബിൾ മുണ്ട് എടുത്തിട്ടുണ്ട്. 10-25 മുണ്ട് എടുത്തിട്ടുണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ. എടുത്തിട്ടുണ്ട്. 10-20 മുണ്ട് മുകളിൽ എടുത്തിട്ടുണ്ട്. എങ്ങനെ റേഞ്ച് വരുന്നത്? 190 റേഞ്ച് മുതലാണ് മുണ്ടുകൾ സ്റ്റാർട്ടിങ് വരുന്നത്. ഡബിൾ മുണ്ട് വരുന്നത്. വെള്ളയുണ്ട്, അതെ, കോടിയുണ്ട്, എല്ലാം ഉണ്ട്. ഡബിൾ മുണ്ട് 190 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ ഒന്നും പ്രത്യേകിച്ച് റേറ്റ് പറയുന്നില്ല. അതിന് മുതൽ ഉണ്ട്, ക്വാളിറ്റിക്ക് അനുസരിച്ചുണ്ട്. ഓക്കെ, സെറ്റ് സാരി, സെറ്റ് മുണ്ട് എല്ലാ ഐറ്റവും ഉണ്ട്. ഫുൾ ആയിട്ടുണ്ട്. ഷർട്ടിങ് എല്ലാം ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ,
അപ്പോൾ 190 രൂപ മുതലാണ് വേസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷർട്ടിംഗ് ഉണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, എല്ലാം ഞാൻ പറഞ്ഞു ബ്ലൗസ് പീസ് ടെക്സ്റ്റൈലിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മൾ കൂടുതലും സാരിയുടെ കാര്യം എടുത്ത് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ എക്സ്പ്രസ് നമ്മൾ സാരീസ് തന്നെയാണ് അധികം ഫോക്കസ്, ഇപ്പോഴും സാരീസ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ എല്ലാ ഐറ്റവും ഉണ്ട്. ഇപ്പൊ നമുക്കൊരു സാരി ഒരു എണ്ണം എടുത്ത് ഒരു 10 മുണ്ടോണം പറഞ്ഞാൽ അത് നമ്മൾ ഓൺ പ്രൊഡക്ഷൻ തന്നെയാണ്, അതും ഉണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറയണത് വീഡിയോയിൽ. എന്ത് തോന്നുന്നു പ്രിയപ്പെട്ടവരെ AS ടെക്സിനെ പറ്റിയിട്ട്? അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെല്ലാവരും, ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, സുബ്രഹ്മണ്യേട്ടൻ, അതെ, അദ്ദേഹത്തെ വിളിച്ചോളുക. എന്തിനുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെയാണ്. എന്താന്ന് വെച്ചാല് ഓട്ടോക്കാര് ബസ്സുകാര് കമ്മീഷൻ നന്നായിട്ട് മേടിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങള് നമ്പർ കൊടുക്കോ ഇതില്? കൊടുക്കും. ഞാൻ കൊടുക്കും, തീർച്ചയായിട്ടും കൊടുക്കും. അപ്പൊ നമ്പർ കൊടുക്കുകയാണെങ്കിൽ എന്റെ നമ്പർ കൊടുക്കണേ, അപ്പൊ നമ്പർ അവർ വിളിക്കണമെങ്കിൽ ഞാൻ അവർക്ക് വേണ്ട എല്ലാ സംവിധാനവും ഞാൻ ചെയ്തുതരും. ബസ്സുകാർ പറഞ്ഞാൽ നമ്മളിപ്പോ തിരുവനന്തപുരം കയറി കഴിഞ്ഞാൽ ബസ്സുകാർ കമ്മീഷൻ ഉണ്ട്, അവിടെ ഇറക്കിയത്. അതായത് നമ്മുടെ ഷോപ്പോ വേറെ ആളുടെ ഷോപ്പ് പറഞ്ഞാലും ഇവർക്ക് കമ്മീഷൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇതാണ് കുത്താമ്പള്ളി. ഈ കുറെ ചില ആൾക്കാരെ കാസർഗോഡ്, ട്രിവാൻഡ്രത്തൊക്കെ വരുന്നത് ഇപ്പൊ ആർക്കും വരുമ്പോ എന്താന്ന് പോലും അറിയില്ല. കുത്താമ്പള്ളി മൊത്തത്തിൽ വരാണ്. വരുമ്പോ ബസ് ഇത് തന്നെ ഈ ഷോപ്പ്, ഇതേ ഒരു കടയുള്ളൂ, 2 ആൾക്കാർ ഇറക്കിട്ട് അതിന്റെ കമ്മീഷൻ മേടിച്ചിട്ടാണ് അവര് പോകണം. ഓട്ടോക്കാര് അത് പറയേ വേണ്ട, അത് അതിനേക്കാളും മുകളിലാണ്. മനസ്സിലായിണ്ടാവുന്ന കരുതുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. ഇത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും ബോർഡർ, തൃശ്ശൂർ പാലക്കാട് ബോർഡറിലാണ് തിരുവല്ലോമല. കേട്ടിട്ടുണ്ടാവും പലരും. തിരുവല്ലോമല പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട്, 6ാം നമ്പറിലെ പാട്ടൊക്കെ. ഇപ്പൊ നമ്മുടെ ഇലക്ഷൻ നിയോജകമണ്ഡലം അതെ, ചേലക്കര എല്ലാവർക്കും അറിയാം. ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല. തിരുവല്ലാമല എന്നാണ് ഈ കുത്താമ്പുള്ളിക്ക് പോകേണ്ടത്. അപ്പൊ സുബ്രഹ്മണ്യേട്ടൻ പറഞ്ഞത്, പലരും നമ്മളിപ്പോ കുത്താമ്പുള്ളിക്കാണ് പറയുമ്പോ ഈ ബസ്സുകാരുടെ ഓട്ടോക്കാരുടെ ഒക്കെ കമ്മീഷൻ വാങ്ങിയിട്ട് അവര് പറയുന്ന ഷോപ്പിൽ കൊണ്ടുതന്നെയാണ് ഷോപ്പ് പറഞ്ഞിട്ട് ഇറക്കി വിട്ട് മേടിച്ച് ഇഷ്ടംമാര്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ നമ്പറിൽ വിളിക്കുക. ഇവിടേക്കാ വരണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. AS ടെക്സ് സുബ്രഹ്മണ്യേട്ടൻ. നമ്മൾ തിരുവല്ലാമലയിൽ നിന്ന് കുത്താമ്പള്ളിക്ക് വരുന്ന വഴിക്ക്, കുത്താമ്പള്ളി എത്തുന്നതിന്റെ ഒപ്പം തന്നെ റൈറ്റ് സൈഡിലാണ് ബോർഡും എല്ലാ സംവിധാനം ഉണ്ടെന്ന് ഞാൻ ഫ്രണ്ടിൽ കൊടുക്കാം. ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടില്ലേ, ഇതാണ് നമ്മുടെ ഈ സ്ഥാപനം. അപ്പൊ ഇത് മറക്കരുത്, AS ടെക്സ് എന്നുള്ളത് മറക്കരുത്. നമ്പറിൽ വിളിക്കുക. അപ്പോഴേ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ ബസ്സുകാരുടെ ഓട്ടോക്കാരുടെ കമ്മീഷൻ ഒന്നും ഇല്ലാണ്ടാണല്ലോ ആൾക്കാർ വരുന്നത്. തീർച്ചയായും അവർക്ക് ഓഫറായിട്ട് കൊടുക്കും. അത് ഞാൻ തീർച്ചയായിട്ടും 100% ഞാൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് ഞാൻ തന്നെ ബില്ലിംഗ് എല്ലാം ഞാൻ തന്നെ ചെയ്യാറ്. ഓക്കെ, അത് മുമ്പ് വന്ന കസ്റ്റമർക്കും അറിയാം. ബില്ലിംഗ് സംവിധാനമൊക്കെ ഞാൻ തന്നെ ചെയ്യാറുള്ളൂ. അപ്പൊ എന്റെ മാനുഫാക്ചറിംഗ് റേറ്റ് ഒക്കെ എനിക്കറിയാം. അത് വേണ്ട പോലെ ഞാൻ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സുബ്രഹ്മണ്യേട്ടനെ കാണുക, നമ്മുടെ ചാനൽ സുരേഷൻ കണ്ടിട്ടാണെന്ന് പറയുക, അത് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ഒരു സ്പെഷ്യൽ ഓഫർ, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കമ്മീഷൻ നിങ്ങൾക്ക് കുറച്ച് തരും. അതെ, തീർച്ചയായിട്ടും. അപ്പൊ വീഡിയോ എനിക്ക് ചെയ്തതിൽ വളരെ സന്തോഷം. അയ്യോ, ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ അത്രയും അനുഭവം, നമ്മുടെ എക്സ്പീരിയൻസ്, ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കുറെ ഷോപ്പ് കയറിയിട്ട് പ്രാന്തായിരുന്നു ഒരു 3 മണിക്കൂറോളം. എന്നിട്ട് ഒന്നും എടുക്കാണ്ട് തിരിച്ചു പോകണം എന്നുള്ളൊരു ലെവലിൽ നിൽക്കുമ്പോൾ ഇത് കുറച്ച് വലിയ ഷോപ്പ് ആയതുകൊണ്ട് ഒന്ന് കയറി നോക്കിയതാ. അത് ഇവിടെയും കൂടെ കയറി നോക്കാന്ന്. അപ്പോഴാണ് ദൈവത്തിന്റെ ഒരു നിമിത്തം എന്ന് പറയാം. അതാണ് ഞാൻ പറയാനുള്ളത്, വേറെ വാക്കുകളൊന്നുമില്ല. വളരെ സന്തോഷം പരിചയപ്പെട്ടതിലും ഒക്കെ. അപ്പൊ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഒന്ന് നിങ്ങൾ വിളിച്ചു നോക്കുക. ഇദ്ദേഹം തന്നെ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. കടയുടെ ഓണറാണ്. ഇവർക്ക് തന്നെ തറി, ഹാൻഡ്ലൂം ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ റേറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ എവിടെ വേണമെങ്കിലും അന്വേഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ തീരുമാനം എടുത്തിട്ട് വരിക. ഒരു നമ്പറിൽ വിളിക്കുക. പിന്നെ നമ്മൾ ലോങ് എന്നൊക്കെ വരുന്നവരെ, കല്യാണ പർച്ചേസ് ഒക്കെ വരികയാണെങ്കിൽ റൂട്ട് കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. നമ്പർ ജസ്റ്റ് വിളിച്ചാൽ മാത്രം മതി. അഥവാ ഫോൺ എടുത്തില്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഫോൺ എടുക്കും, അപ്പൊ പെട്ടെന്ന് തിരക്കുള്ള എടുക്കില്ല. എന്തായാലും മിസ് കോൾ തീർച്ചയായും ഫോൺ. അഥവാ ചിലരതാ പറയാ, ചില നമ്പർ കൊടുത്തിട്ട് നമ്പർ കിട്ടിയിട്ട് എടുത്തില്ല, സമയത്ത് എടുത്തില്ലെങ്കിലും എന്തായാലും തിരിച്ചും മിസ് കോൾ വിളിച്ചു തിരിച്ചു വരും. ഇല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ഇട്ടോളൂ, ഇങ്ങനെ കണ്ടിട്ടാണ് പറയുന്നത്, അവിടേക്ക് വരാനുള്ള റൂട്ട് വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അയച്ചു തരും. അപ്പൊ എല്ലാം അടിപൊളിയാക്കുക. നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന എല്ലാവർക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വിവരം പ്രയോജനപ്രദമായി നേരിടട്ടെ. എന്നാ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.